അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ അറിവിൻ്റെ വാക്കുകൾ കൈമാറുകയല്ല, മറിച്ച് നിശബ്ദതയുടെ തസ്ബീഹുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തെ തൊടാൻ ശ്രമിക്കുകയാണ്. നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ പവിത്രമായൊരു ലോകമുണ്ട്. തിരമാലകൾ അടങ്ങിയ സമുദ്രം പോലെ ശാന്തമായൊരിടം. ഈ ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ ആത്മാവ് അതിൻ്റെ ഉടമയെ തേടി നടത്തുന്ന ഒരു തേങ്ങലുണ്ട്. അതാണ് യഥാർത്ഥ സംഗീതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, കയ്യിലെല്ലാം ഉണ്ടായിട്ടും ഉള്ളിൽ പെയ്യുന്ന ആ ശൂന്യതയെക്കുറിച്ച്? ആയിരങ്ങൾക്കിടയിലും ഹൃദയം അനുഭവിക്കുന്ന ആ ഏകാന്തതയെക്കുറിച്ച്? അറിയുക, അത് വെറുമൊരു നിരാശയല്ല. അത് നിഴലുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള സൃഷ്ടാവിൻ്റെ ക്ഷണമാണ്. അവൻ നിങ്ങളെ ദുനിയാവിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഹൃദയമെന്ന സിംഹാസനത്തിൽ അവൻ മാത്രമായിരിക്കാൻ വേണ്ടി നിങ്ങളെ വൃത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്ര അക്ഷരങ്ങൾ പഠിക്കാനുള്ളതല്ല, അഹന്തയെ പടിയിറക്കി വിടാനുള്ളതാണ്. ഇവിടെ ബുദ്ധിയല്ല, മറിച്ച് പ്രണയമാണ് വഴികാട്ടി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിൽ നിന്ന് ഞാൻ എന്ന ഭാരം താഴെ വയ്ക്കുമ്പോൾ അവിടെ ബാക്കിയാകുന്നത് അവൻ മാത്രമാണ്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് കഥകളല്ല, നമ്മുടെ ഉള്ളിലെ തുരുമ്പിച്ച കണ്ണാടിയെ തുടച്ചു മാറ്റാനുള്ള കുറച്ച് മന്ത്രങ്ങളാണ്. ആ കണ്ണാടി തെളിയുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളെയാവില്ല, മറിച്ച് നിങ്ങളിലൂടെ വെളിപ്പെടുന്ന അവൻ്റെ അടയാളങ്ങളെ ആയിരിക്കും. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഇതുവരെ കെട്ടിയാടിയ ഈ വേഷങ്ങൾ അഴിച്ചുവെക്കാൻ, അഹന്തയുടെ മതിലുകൾക്കപ്പുറം അള്ളാഹു ഒളിപ്പിച്ചു വെച്ച നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താൻ? എങ്കിൽ ഹൃദയം ശാന്തമാക്കൂ, ശ്വാസത്തെ ശ്രദ്ധിക്കൂ. കാരണം ഇന്ന് വാക്കുകളല്ല സംവദിക്കുന്നത്, ഒരാത്മാവ് മറ്റൊരാത്മാവിനോട് നടത്തുന്ന മൗനമായ സംഭാഷണമാണിത്. നമുക്ക് തുടങ്ങാം അവനിലേക്ക് മാത്രമുള്ള ഈ പ്രയാണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മൊഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വാക്കുകൾ ആത്മീയ പഥികരുടെ ഹൃദയങ്ങളിൽ തിരമാലകൾ തീർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ നിന്ന് ഞാൻ 2 പാത്രങ്ങളിലായി അറിവ് സ്വീകരിച്ചു. ഒന്നിലെ ജ്ഞാനം ഞാൻ ലോകത്തിന് പകുത്തു നൽകി. എന്നാൽ 2ാമത്തെ പാത്രത്തിലെ ജ്ഞാനം, അത് ഞാൻ വെളിപ്പെടുത്തിയാൽ എൻ്റെ ഈ ശിരസ് മുറിക്കപ്പെടുമായിരുന്നു. ഇവിടെ ഒരു നിമിഷം നമുക്ക് മൗനമാകാം. വെളിപ്പെടുത്തിയാൽ ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരുന്ന ആ ജ്ഞാനം എത്രമേൽ ഗൗരവമുള്ളതാകണം. ഇത് കേവലം അക്ഷരങ്ങളോ നിയമങ്ങളോ അല്ല, മറിച്ച് അധികാരങ്ങളെയും അഹന്തയുടെ വ്യാജ കൊട്ടാരങ്ങളെയും തകർത്തെറിയുന്ന വെളിച്ചമാണ്. അടിമയും ഉടമയും തമ്മിലുള്ള സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന, ഞാൻ എന്ന തിരശീല നീക്കി അവനെ മാത്രം ദർശിക്കുന്ന ആത്മീയ വിപ്ലവമാണത്. സൂഫികൾ പഠിപ്പിക്കുന്നത് എല്ലാ സത്യങ്ങളും എല്ലാ കാതുകൾക്കും വേണ്ടിയുള്ളതല്ല എന്നാണ്. ചില സത്യങ്ങൾ കത്തുന്ന തീക്കനലുകൾ പോലെയാണ്. അത് പാകപ്പെട്ട ഹൃദയങ്ങളെ സ്വർണമാക്കി മാറ്റും. എന്നാൽ അഹന്തയിൽ അന്ധരായവരെ അത് ദഹിപ്പിച്ചു കളയും. ഇതാണ് മഅരിഫത്ത്. ഇത് പുസ്തകങ്ങളുടെ താളുകളിൽ മഷി പുരണ്ടു കിടക്കുന്ന അറിവല്ല, മറിച്ച് ആത്മാവിൻ്റെ ആഴങ്ങളിൽ മിടിക്കുന്ന ദിവ്യാനുഭൂതിയാണ്. വായനയിലൂടെ ലഭിക്കുന്നതല്ല, മറിച്ച് മൗനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജ്ഞാനമാണത്. ഈ ആഴമേറിയ രഹസ്യത്തിൻ്റെ പൊരുൾ തേടി നമുക്ക് ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ദിൽഹിയുടെ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയായുടെ സന്നിധിയിൽ നടന്ന ഒരു സംഭവമാണിത്. ഒരിക്കൽ മഹാനായ ഷെയ്ഖ് തൻ്റെ ഒരു ശിഷ്യനെ തുന്നൽ വിട്ടുപോയ തൻ്റെ ചെരുപ്പുകൾ നന്നാക്കാനായി അങ്ങാടിയിലേക്ക് അയച്ചു. അതീവ ലളിതമായ ഒരു കൃത്യം. ശിഷ്യൻ അങ്ങാടിയിലെ ചെരുപ്പ് കുത്തിയുടെ അടുത്തെത്തി ആ ചെരുപ്പുകൾ നീട്ടി. ചെരുപ്പിൻ്റെ ആകൃതിയും തേയ്മാനവും കണ്ടപ്പോൾ കൗതുകത്തോടെ അയാൾ ചോദിച്ചു, ഇതാരുടെ ചെരുപ്പാണ്? ശിഷ്യൻ ആകാശത്തേക്ക് നോക്കി ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റേതാണ്. ആദ്യം ഒരു തമാശയായി കരുതി അയാൾ ചിരിച്ചു. എന്നാൽ ശിഷ്യന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ ആ ചിരി മാഞ്ഞു. എന്താണ് നീ പറയുന്നത്? അയാൾ വീണ്ടും ചോദിച്ചു. ശിഷ്യൻ തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. പരിഹാസം ദേഷ്യമായി മാറി. ദൈവത്തിന് ചെരുപ്പുകളോ? ഇത് നിന്നെയാണ്, അനാദരവാണ്. അയാൾ കാവൽക്കാരെ വിളിച്ചുകൂട്ടി ആ ഭ്രാന്തനെ നഗരത്തിലെ കാദിയുടെ മുന്നിലെത്തിച്ചു. നീതിപീഠത്തിന് മുന്നിലും ശിഷ്യൻ പതറിയില്ല. കാദി ചോദിച്ചു, ഇതാരുടേതാണ്? പതിഞ്ഞ സ്വരത്തിൽ വീണ്ടും ആ ഉത്തരം വന്നു, ഇവ അള്ളാഹുവിൻ്റേതാണ്. ശിഷ്യന് ഭ്രാന്ത് പിടിച്ചതാകാമെന്ന് കരുതിയ കാദി അയാളെ ഒരു രാത്രി തടങ്കലിൽ നിരീക്ഷിക്കാൻ ഉത്തരവിട്ടു. പിറ്റേന്ന് രാവിലെ കാദി അയാളെ വീണ്ടും പരീക്ഷിച്ചു. ഇപ്പോൾ സമയമെത്രയായി? ശിഷ്യൻ കൃത്യമായി മറുപടി നൽകി, എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഒരു പേന, ശിഷ്യൻ പറഞ്ഞു. യുക്തിപരമായി അയാൾക്ക് യാതൊരു തകരാറുമില്ലെന്ന് കാദിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒടുവിൽ ചോദിച്ചു, എങ്കിൽ പറയൂ, ഈ ചെരുപ്പുകൾ ആരുടേതാണ്?
കാദിയുടെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ ആത്മീയ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു, അവ അള്ളാഹുവിൻ്റേതാണ്. ആ നിമിഷം സഭയിലേക്ക് സൂര്യപ്രകാശം കടന്നുവരുന്നതുപോലെ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ കടന്നുവന്നു. നടന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ വലിയ മനുഷ്യന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, കാദി, ഈ മനുഷ്യൻ പറയുന്നത് ശുദ്ധമായ സത്യമാണ്. കാരണം ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതല്ലാതെ മറ്റാരുടേതാണ്. തുടർന്ന് അദ്ദേഹം ഖുറാനിലെ ആ വചനം മനോഹരമായി ഓതി. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. അദ്ദേഹം കാദിയുടെ തോളിൽ കൈവച്ചു പറഞ്ഞു, ന്യായാധിപനെ, നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത് നിയമത്തിൻ്റെ കണ്ണുകളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിതൊരു ചെരിപ്പായി തോന്നുന്നു. എന്നാൽ ഇവൻ ഇതിനെ കാണുന്നത് ദർശനത്തിൻ്റെ, ഹക്കീക്കത്തിൻ്റെ കണ്ണുകളിലൂടെയാണ്. അവിടെ ഉടമസ്ഥൻ അവൻ മാത്രമാണ്. ആ മനുഷ്യൻ സംസാരിച്ചത് കേവലമായ യുക്തി കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം ഹക്കീക്കത്ത് അഥവാ ആന്തരിക സത്യത്തിൻ്റെ മഹാസമുദ്രത്തിൽ മുങ്ങി നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. സൂഫികൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ സത്യമായും ദിവ്യമായ ഏകത്വത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഭൗതികമായ ഉടമസ്ഥാവകാശങ്ങൾ മഞ്ഞുപോലെ ഉരുകിത്തീരുന്നു എന്നാണ്. അവിടെ ഞാൻ ഇല്ലാതാകുന്നു, എൻ്റേത് എന്ന അഹങ്കാരം അസ്തമിക്കുന്നു. അവിടെ അവൻ മാത്രം അവശേഷിക്കുന്നു. അത്തരമൊരു പദവിയിലെത്തിയ വ്യക്തി ലോകത്തെ നോക്കുമ്പോൾ വസ്തുക്കളെയല്ല കാണുന്നത്, മറിച്ച് ഉടയവൻ്റെ അടയാളങ്ങളെയാണ്. ഓരോ പുൽക്കൊടിയിലും ഓരോ മണൽത്തരിയിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അദ്ദേഹം അനുഭവിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇത്തരം അറിവ് ലോകത്തിനു മുന്നിൽ അപകടകരമായി തോന്നുന്നത്. അത് തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അഹന്തയ്ക്ക് ആ സത്യത്തിൻ്റെ പ്രകാശത്തിനു മുന്നിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. അഹന്തയ്ക്ക് എന്നും അധികാരവും ഉടമസ്ഥാവകാശവുമാണ് വേണ്ടത്. എന്നാൽ ഹൃദയം കൊതിക്കുന്നത് സത്യത്തെ മാത്രമാണ്. ഹൃദയം ഉണരുമ്പോൾ അത് സംസാരിക്കുന്നത് അഹന്തയ്ക്ക് അപരിചിതമായ ഒരു ഭാഷയിലായിരിക്കും. ലോകം ആ മനുഷ്യനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം മാത്രമായിരുന്നു ഉണർന്നിരുന്നത്. താൻ കാണുന്നതെല്ലാം പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു. അവിടെ ഒരു പഴയ ചെരുപ്പ് പോലും മന്ത്രിക്കുകയായിരുന്നു, ഞാനും അവൻ്റേതാണ്. സൂഫി ജ്ഞാനികൾ ഇതിനെ മനോഹരമായി വിശേഷിപ്പിക്കുന്നു. മറ നീക്കപ്പെടുമ്പോൾ ദാസൻ സൃഷ്ടിയെ കാണുന്നില്ല, മറിച്ച് സൃഷ്ടികളിലൂടെ വെളിപ്പെടുന്ന സൃഷ്ടാവിനെയാണ് ദർശിക്കുന്നത്. ഇതൊരു സാങ്കല്പിക കവിതയല്ല, മറിച്ച് ആത്മാവ് കൈവരിക്കുന്ന ഒരു ഉന്നത കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ സത്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം അതീവ ശ്രദ്ധാലുക്കളാകണം. ചില സത്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലർക്കിത് ജ്ഞാനമായി തോന്നുമ്പോൾ മറ്റു ചിലർക്കിത് അപകടമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പലപ്പോഴും മൗനത്തിൻ്റെ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നത്. അവർ സംസാരിക്കുമ്പോൾ വാക്കുകൾ അളന്നു തൂക്കി മാത്രം പ്രയോഗിച്ചു. കാരണം അത്യുന്നതമായ ആത്മീയ സത്യങ്ങൾ പാകപ്പെടാത്ത ഹൃദയങ്ങളിലെത്തിയാൽ അത് ആശയക്കുഴപ്പത്തിന് കാരണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്ര ലളിതവും എന്നാൽ അർത്ഥവത്തുമാണ്. ആളുകളുടെ ബുദ്ധിശക്തിക്കനുസരിച്ച് അവരോട് സംസാരിക്കുക. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മൗനമെന്ന മുസല്ലയിൽ അഭയം തേടണമെന്നും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് നന്നായി അറിയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊന്ന് നിന്ന് ചിന്തിക്കാം. പതുക്കെ നിങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിക്കുക, എപ്പോഴെങ്കിലും ഈ ലോകത്തെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം അവനിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓരോ ശ്വാസം ഉള്ളിലേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും അതെൻ്റേതല്ല എന്ന തിരിച്ചറിവിൽ നിങ്ങളുടെ ഹൃദയം വിറച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയുക, നിങ്ങൾ ആ അനന്തമായ സമുദ്രത്തിൻ്റെ തീരത്തെത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ പാതയിൽ സഞ്ചരിക്കാൻ വിനയത്തിൻ്റെ പട്ടുനൂലുകൾ ആവശ്യമാണ്. കാരണം എനിക്കറിയാമെന്ന നിങ്ങൾ അഹങ്കാരത്തോടെ പറയുന്ന നിമിഷം ആ ജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടും. അള്ളാഹുവിനെക്കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ലെന്ന് ഒരു മനുഷ്യൻ വിറയലോടെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം പിറക്കുന്നത്. ഈ ജ്ഞാനം കാരുണ്യത്തിൻ്റെ മേലങ്കിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിക്കുന്നതല്ല, മറിച്ച് സ്രഷ്ടാവിനാൽ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ജ്ഞാനികൾ പറയുന്നത്, ചില അറിവുകൾ അക്ഷരങ്ങളിലൂടെ നേടുന്നതാണ്, എന്നാൽ ചിലത് നേരിട്ട് ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണെന്ന്. ഇതിനെയാണ് ആന്തരിക ജ്ഞാനം എന്ന് വിളിക്കുന്നത്. മഷിയോ താളുകളോ ഭൗതികമായ അധ്യാപകരോ ഇല്ലാതെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഹൃദയത്തിലേക്ക് വർഷിക്കുന്ന വെളിച്ചമാണത്. ഇത് കാതുകളിലൂടെ അല്ല പ്രവേശിക്കുന്നത്, മറിച്ച് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിലൂടെയാണ് തെളിയുന്നത്. സൂഫികൾ എത്ര മനോഹരമായാണിത് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരു പാത്രം എപ്പോൾ ശൂന്യമാകുന്നുവോ അപ്പോൾ മാത്രമേ അത് നിറയ്ക്കാൻ കഴിയൂ. അതുപോലെ മനുഷ്യൻ തൻ്റെ അവകാശങ്ങളിൽ നിന്ന് സ്വയം ശൂന്യമാകുമ്പോൾ അള്ളാഹു അവനെ തൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം അറിവുകൾ അങ്ങാടികളിൽ വിളിച്ചു പറയാത്തത്. അത് നിഷിദ്ധമായതുകൊണ്ടല്ല, മറിച്ച് അശ്രദ്ധയുടെ ഇരുൾ പടർന്ന ഹൃദയങ്ങളിൽ ആ വെളിച്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 2 തരം അറിവുകളെക്കുറിച്ച് പറഞ്ഞത് നമുക്കോർക്കാം. ഒന്ന് അദ്ദേഹം ലോകത്തിന് നൽകി, മറ്റൊന്ന് വെളിപ്പെടുത്തിയാൽ തൻ്റെ ശിരസ് അറുക്കപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എന്തുകൊണ്ടായിരുന്നു അത്? കാരണം ഈ ജ്ഞാനം മനുഷ്യൻ നിർമ്മിച്ച സകല മിഥ്യകളെയും തകർക്കുന്നു.
അത് വ്യാജമായ അധികാരങ്ങളെയും അഹന്തയുടെ ഉന്നത പദവികളെയും മണ്ണിലിരുത്തുന്നു. ഞാൻ എന്ന ബിംബം ഉടഞ്ഞു വീഴുന്നതുവരെ അത് അഹന്തയെ ഉലച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനമല്ല അപകടകാരി, മറിച്ച് മാറ്റങ്ങളെ ഭയപ്പെടുന്ന നമ്മുടെ അഹന്തയാണ് അപകടകാരി. അതുകൊണ്ടാണ് പടച്ചവൻ ഈ മഹാസത്യത്തെ തകർന്നതും മൃദുവായതും വിനയം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടതുമായ ഹൃദയങ്ങൾക്കുള്ളിൽ നിധി പോലെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ഖുർആനിൻ്റെ താളുകളിൽ അള്ളാഹു ഒളിപ്പിച്ചു വച്ച ഒരു നിഗൂഢ സൗന്ദര്യമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഒരു ദാസനെക്കുറിച്ച് അള്ളാഹു ഇപ്രകാരം മൊഴിയുന്നു: അവർ നമ്മുടെ ദാസന്മാരിൽ ഒരാളെ കണ്ടെത്തി, അദ്ദേഹത്തിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം നൽകുകയും നമ്മുടെ സന്നിധിയിൽ നിന്നുള്ള പ്രത്യേക ജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാമായിരുന്നു. വലിയ പദവിയുള്ള പ്രവാചകനായ മൂസാ നബി പോലും വിനയാനുതനായി അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. ആ യാത്ര ചോദ്യങ്ങളിലൂടെയുള്ളതായിരുന്നില്ല, മറിച്ച് ക്ഷമയുടെയും മൗനത്തിൻ്റെയും പാതയായിരുന്നു. കാരണം ആന്തരിക ജ്ഞാനമെന്നത് തർക്കങ്ങളിലൂടെ നേടേണ്ടതല്ല, സമർപ്പണത്തിലൂടെ സ്വീകരിക്കേണ്ടതാണ്. ഖിദർ നബി പ്രഭാഷണങ്ങളിലൂടെ അല്ല പഠിപ്പിച്ചത്, മറിച്ച് സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യുക്തിയെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം ആത്മാവിനെ ശുദ്ധീകരിച്ചത്. സൂഫി ജ്ഞാനികൾ എത്ര മനോഹരമായാണിത് വിശദീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചം ആദ്യം തലച്ചോറിലേക്കല്ല പ്രവേശിക്കുന്നത്, അത് നേരെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഹൃദയം പ്രകാശിക്കുമ്പോൾ മനസ്സ് താനേ വഴിമാറുന്നു. അതുകൊണ്ടാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ലോകത്തിന് പലപ്പോഴും വിചിത്രമായി തോന്നുന്നത്. അവരുടെ വാക്കുകൾ അസാധാരണമായിരിക്കും. അവരുടെ മൗനം പോലും ഒരു മലയുടെ ഭാരമുള്ളതായി തോന്നും. ഉറങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ അസ്വസ്ഥരാക്കാൻ അവരുടെ സാന്നിധ്യത്തിന് കഴിയും. അവർ വിചിത്രമായതുകൊണ്ടല്ലാതെ, മറിച്ച് അവർ മാത്രം ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ്. ഒരാൾ ആത്മീയമായി ഉണരുമ്പോൾ ലോകം കാണുന്നത് പോലെയല്ല അവൻ കാഴ്ചകളെ ദർശിക്കുന്നത്. മറ്റുള്ളവർ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ അവർ എല്ലായിടത്തും അള്ളാഹുവിനെ മാത്രം കാണുന്നു. അതുകൊണ്ടാണ് അങ്ങാടിയിലെ ആ വിശുദ്ധൻ ഈ ചെരുപ്പുകൾ അള്ളാഹുവിൻ്റേതാണ് എന്നുറച്ചു പറഞ്ഞത്. അദ്ദേഹം ഒരു കവിത പറയുകയായിരുന്നില്ല, മറിച്ച് തൻ്റെ ഹൃദയം കൊണ്ട് ദർശിച്ച സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. ആത്മീയതയുടെ മറ നീങ്ങുമ്പോൾ ഒരു മനുഷ്യൻ വസ്തുക്കളെ കാണുന്നില്ല, വസ്തുക്കളിലൂടെ വെളിപ്പെടുന്ന സ്രഷ്ടാവിനെയാണ് അവൻ ദർശിക്കുന്നത്. അപ്പോൾ വഴിയിലെ ഒരു സാധാരണ കല്ലുപോലും അവനിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളമായി മാറുന്നു. ഈ ജ്ഞാനം ബുദ്ധിശക്തി കൊണ്ട് വെട്ടിപ്പിടിക്കുന്നതല്ല, വിനയം കൊണ്ട് കൈനീട്ടി വാങ്ങുന്നതാണ്. തർക്കത്തിലൂടെയല്ല, പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണത് സിദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആളുകൾ ഒരിക്കലും അത്ഭുതങ്ങൾക്ക് പിന്നാലെ ഓടാത്തത്. അവർ ആത്മാർത്ഥതയെ മാത്രം പിന്തുടരുന്നു. കാരണം അത്ഭുതങ്ങൾ ചിലപ്പോൾ കണ്ണുകളെ വഞ്ചിച്ചേക്കാം, എന്നാൽ ഹൃദയത്തിലെ ആത്മാർത്ഥത ഒരിക്കലും വഞ്ചിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനം ബലം പ്രയോഗിച്ച് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾക്കത് ആവശ്യപ്പെടാനോ പുസ്തകങ്ങൾ നോക്കി മനഃപ്പാഠമാക്കാനോ അതിന്മേൽ അവകാശവാദം ഉന്നയിക്കാനോ സാധിക്കില്ല. ഹൃദയം പലതവണ തകർന്ന് തരിപ്പണമായതിനു ശേഷം, പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടതിന് ശേഷം, എല്ലാ വഴികളും അടഞ്ഞുവെന്ന് തോന്നിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ അഹന്തയുടെ കടുപ്പം മൃദുവായി അലിഞ്ഞില്ലാതാകുമ്പോൾ മാത്രമാണ് ഈ വെളിച്ചം നിശബ്ദമായി നിങ്ങളുടെ ഉള്ളിലേക്ക് വിരുന്നെത്തുന്നത്. മഹാനായ സൂഫികൾ പറയുമായിരുന്നു, അള്ളാഹു ഒരാളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവനൊഴികെ മറ്റെല്ലാറ്റിലുമുള്ള ആ വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തെ അവൻ എടുത്തുമാറ്റുന്നു. അതുകൊണ്ടാണ് ഈ പ്രണയപാതയിലൂടെ നടക്കുന്നവർ ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നതിനു മുൻപ് പലപ്പോഴും വഴിതെറ്റിയവരാണെന്ന് ലോകത്തിന് തോന്നുന്നത്. അവർക്കുണ്ടായിരുന്ന ഉറപ്പുകൾ തകരുന്നു, അവരുടെ വ്യക്തിത്വം മെഴുകുപോലെ അലിഞ്ഞില്ലാതാകുന്നു, അവരുടെ ആത്മവിശ്വാസം തകർന്നടിയുന്നു. എന്നാൽ ആ ശൂന്യതയിൽ നിന്നാണ് പരിശുദ്ധമായ ഒന്ന് ജന്മമെടുക്കുന്നത്. ഇതാണ് മാരിഫത്തിൻ്റെ മർമ്മം. ഇത് അള്ളാഹുവിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കലല്ല, മറിച്ച് സകല ചരാചരങ്ങളിലും അവനെ തിരിച്ചറിയലാണ്. അത്തരം ആത്മാക്കൾ ഇനി ഈ ലോകത്തിൻ്റെ മായക്കാഴ്ചകൾക്ക് പിന്നാലെ ഓടില്ല. അവർ ഭൂമിയിലൂടെ ലഘുവായി സഞ്ചരിക്കുന്നു. എനിക്കെന്തു കിട്ടും എന്നവർ ചോദിക്കുന്നില്ല, മറിച്ച് പ്രിയപ്പെട്ടവൻ എന്തു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. ഔലിയാക്കൾ ലളിതമായി ജീവിച്ചത് അവർ ലോകത്തെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, മറിച്ച് ലോകത്തിലെ യാതൊന്നിനും അവരുടെ ശ്രദ്ധ തിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവരുടെ ഹൃദയങ്ങൾ ഇതിലും വലിയൊരു ആനന്ദം രുചിച്ചിരുന്നു. ഒരു സൂഫി മൊഴിഞ്ഞതുപോലെ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞവൻ ജനക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോഴും അവനെ അല്ലാതെ മറ്റൊന്നും ദർശിക്കുന്നില്ല. ഇതാർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പാഠമല്ല.
ഇത് അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ്. ഹൃദയം സകല ഐഹിക മോഹങ്ങളിൽ നിന്നും ശൂന്യമാകുമ്പോൾ മാത്രമാണ് അവൻ ആ പാത്രം നിറയ്ക്കാൻ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഈ പാതയിൽ തിരക്കില്ലാത്തത്. കാരണം സ്വയം ശൂന്യമാകാൻ തയ്യാറുള്ളവർ കുറവാണ്. ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് മൗനമാകാം. ഭയമില്ലാതെ, വിധികളില്ലാതെ പതുക്കെ നിങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിക്കുക, എനിക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജ്ഞാനങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണോ? അവൻ്റെ കാരുണ്യത്തിന് മുന്നിൽ എന്നെ തന്നെ മൃദുവാക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ടോ? മാറാൻ ഞാൻ ഒരുക്കമാണോ? ഇവിടെ നമ്മൾ നമ്മളെ തന്നെ കുറയ്ക്കുകയാണ്. നമ്മളിലെ ഞാൻ കുറയുമ്പോൾ മാത്രമാണ് അവന് നമ്മിൽ കൂടുതൽ ഇടം ലഭിക്കുന്നത്. ചില ആത്മാക്കൾ ഈ ലോകത്ത് ഉന്നത പദവികൾ അലങ്കരിച്ചത് അവർക്കെത്രമാത്രം അറിയാം എന്നതുകൊണ്ടല്ല, മറിച്ച് അവർ എത്രമാത്രം സ്വയം ഇല്ലാതായി എന്നതുകൊണ്ടാണ്. മഹാനായ ഒരു സൂഫി ഒരു നിശബ്ദ താക്കീത് പോലെ ഇപ്രകാരം മൊഴിഞ്ഞു: ദിവ്യബോധമില്ലാത്ത ജീവിതം യഥാർത്ഥ ജീവിതമല്ല, അത് വെറും നിലനിൽപ്പ് മാത്രമാണ്. വായനയിലൂടെയോ മനഃപ്പാഠമാക്കുന്നതിലൂടെയോ നാവിലൊതുങ്ങുന്ന വാക്കുകളിലൂടെയോ ലഭിക്കാത്ത ഒരു തരം ജ്ഞാനമുണ്ട്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ആ രഹസ്യം കേൾക്കാൻ തക്കവണ്ണം ഹൃദയം ഒരു ശാന്ത സമുദ്രമായി മാറുമ്പോൾ മാത്രമാണ് അത് പെയ്തിറങ്ങുന്നത്. ഇതിനെയാണ് ആത്മീയ ജ്ഞാനികൾ ദിവ്യജ്ഞാനം എന്ന് വിളിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജ്ഞാനം. അധ്യാപകരില്ലാതെ, പുസ്തകങ്ങളില്ലാതെ, കഠിന പരിശ്രമമില്ലാതെ അത് വരുന്നു. ഇത് പഠിച്ചെടുക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിനാൽ അനുവദിക്കപ്പെടുന്നതാണ്. ഈ ജ്ഞാനം ഒരു ദിവ്യ വെളിച്ചമാണ്. ഈ വെളിച്ചം ഹൃദയത്തിൽ വിരുന്നെത്തുമ്പോൾ അത് ശബ്ദമുണ്ടാക്കില്ല, അത് നിശബ്ദമായി ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. പെട്ടെന്നൊരാൾ താൻ മുൻപ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പുതിയ അർത്ഥതലങ്ങളിൽ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ ഉരിച്ച വചനങ്ങൾ ഇപ്പോൾ അവനോട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു സൂഫി പറഞ്ഞതുപോലെ, ഈ വെളിച്ചം വരുന്നതിന് മുൻപ് നിങ്ങൾ കാതുകൾ കൊണ്ട് കേൾക്കുന്നു, എന്നാൽ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഓർക്കുക, അഹങ്കാരം നിറഞ്ഞ ഒരു ഹൃദയത്തിൽ ഈ പ്രകാശത്തിന് ഇടമില്ല. അസൂയയോ സ്വയം പ്രാധാന്യമോ അധികാരമോഹമോ നിറഞ്ഞ ഹൃദയത്തിലോ ഈ നിധി തങ്ങില്ല. അതുകൊണ്ടാണ് ഔലിയാക്കൾ വീണ്ടും വീണ്ടും ഉണർത്തിയത്, അഹങ്കാരമാണ് ദാസനും ഉടമയ്ക്കുമിടയിലെ ഏറ്റവും വലിയ കറുത്ത മറയെന്ന്. എനിക്കറിയാം എന്നൊരാൾ വിശ്വസിക്കുന്ന നിമിഷം ആത്മീയ കവാടങ്ങൾ അടയുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് ഒരാൾ വിറയലോടെ സമ്മതിക്കുമ്പോൾ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വയം ഒളിച്ചിരുന്നത്. അവർ തങ്ങളുടെ സാമീപ്യം അങ്ങാടികളിൽ പ്രഖ്യാപിച്ചില്ല. ഉള്ളിൽ ആത്മീയ സമുദ്രങ്ങൾ പേറിക്കൊണ്ടും അവർ ഏറ്റവും സാധാരണക്കാരായി ജീവിച്ചു. മഹാനായ ജുനൈദ് ബഗ്ദാദി പറഞ്ഞു, ഒരു കാമുകൻ തൻ്റെ പ്രിയപ്പെട്ടവളെ ലോകത്തിനു മുന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ കാമുകൻ തൻ്റെ ആത്മീയ അവസ്ഥയെ ഒളിപ്പിച്ചു വെക്കുന്നു. കാരണം പവിത്രമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അള്ളാഹു ഒരാളെ തന്നിലേക്കടുപ്പിക്കുമ്പോൾ ആദ്യം അവനെ മൗനം പഠിപ്പിക്കുന്നു, പിന്നെ ക്ഷമയും വിനയവും. അതിനുശേഷം മാത്രമാണ് ദർശനം നൽകുന്നത്. അതുകൊണ്ടാണ് പല മഹാന്മാരും സാധാരണക്കാരായി നമ്മുടെ ഇടയിൽ നടന്നത്. അവർ നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ചു, മൃദുവായി സംസാരിച്ചു. എന്നാൽ അവരുടെ ഉള്ളിൽ മലകളെപ്പോലും ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ദിവ്യബോധം ജീവിച്ചിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആത്മീയ മറകൾ നീക്കപ്പെട്ടാലും എൻ്റെ നിശ്ചയദാർഢ്യം വർദ്ധിക്കുകയില്ല. ഇതൊരു അഹങ്കാരമല്ല, മറിച്ച് പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഹൃദയം അള്ളാഹുവിലൂടെ കാണാൻ തുടങ്ങുമ്പോൾ സംശയങ്ങൾ താനെ അലിഞ്ചു പോകുന്നു. ഇതാണ് മഅരിഫത്തിൻ്റെ പദവി. അള്ളാഹുവിനെക്കുറിച്ച് അറിയലല്ല, മറിച്ച് അവനെ എല്ലായിടത്തും തിരിച്ചറിയലാണ്. ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നവൻ വെറുമൊരു കാഴ്ചക്കാരനല്ല, അവൻ സകല രൂപങ്ങൾക്കും പിന്നിൽ രൂപമില്ലാത്തവനെ ദർശിക്കുന്ന സാക്ഷിയാണ്. എന്നാൽ ഓർക്കുക, ഈ പാത ഒരു മരുഭൂമി പോലെയാണ്. വഴിവിളക്കില്ലാതെ അവിടെ സഞ്ചരിക്കുക അസാധ്യമാണ്. വിനയത്തിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ ആത്മാവ് സ്വന്തം നിഴലുകളെ വെളിച്ചമെന്ന് കരുതി വഴിതെറ്റിയേക്കാം. അഹന്തയുടെ കാടുകളിൽ തനിച്ചാകുന്നവൻ തൻ്റെ ഭാവനകളെ ജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ലോകമാദരിക്കുന്ന അധികായന്മാരായ പണ്ഡിതന്മാർ പോലും ആത്മീയ വിശുദ്ധന്മാരുടെ പാദങ്ങളിൽ വിനീതരായിരുന്നത്.
ചിന്തകളുടെ ചക്രവർത്തിയായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബിഷിർ അൽ ഹാഫിയുടെ സാമീപ്യത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പഠിച്ചു. നിയമങ്ങളുടെ ആഴമറിഞ്ഞ ഇമാം അബൂ ഹനീഫ ഇമാം ജാഫർ അസ്-സാദിഖിന്റെ മൗനത്തിൽ നിന്ന് വിനയത്തിൻ്റെ തേൻ നുകർന്നു. അവർ ഒരു വലിയ സത്യം ലോകത്തിനു കാണിച്ചു തന്നു. വിനയമില്ലാത്ത അറിവ് ഹൃദയത്തെ കല്ലുപോലെ കടുപ്പിക്കുന്നു. അത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനെന്ന് തോന്നിപ്പിക്കും. എന്നാൽ വിനയത്തോടുകൂടിയ അറിവ് ആത്മാവിനെ ഉണർത്തുന്നു. അത് നിങ്ങളെ എല്ലാവരേക്കാളും എളിമയാക്കി മാറ്റുന്നു. സത്യം തേടുന്ന ഓരോ അന്വേഷിക്കും അവസാനം ഒരു കണ്ണാടി ആവശ്യമാണ്. സ്വന്തം മുഖത്തെ അഴുക്കുകൾ കാണാൻ ഒരു കണ്ണാടി വേണ്ടതുപോലെ സ്വന്തം ആത്മാവിലെ കറുത്ത പാടുകൾ കാണാൻ അഹങ്കാരമില്ലാത്ത, സത്യത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്ന ഒരു മുർഷിദ് അഥവാ ഗുരു ആവശ്യമാണ്. ഈ ബന്ധം പണം നൽകി വാങ്ങാവുന്നതല്ല, അധ്വാനം കൊണ്ട് പിടിച്ചെടുക്കാവുന്നതുമല്ല. ഇത് പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മാത്രം ലഭിക്കുന്ന ദിവ്യ സമ്മാനമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആത്മാർത്ഥതയുടെ കനൽ എരിയുന്നത് കാണുമ്പോൾ അല്ലാഹു തന്നെ ആ നിധി അവന് തുറന്നു നൽകുന്നു. ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നിങ്ങൾ പിന്നെ പഴയ നിങ്ങളല്ല, നിങ്ങളിൽ എന്തോ ഒന്ന് എന്നേക്കുമായി മാറുന്നു. പ്രകോപനങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ സാവധാനമാകുന്നു. മറ്റുള്ളവരെ വിധിക്കാനുള്ള നിങ്ങളുടെ തിടുക്കമില്ലാതാകുന്നു. പകരം ഓരോ മനുഷ്യനിലും അവനിലെ കുറവുകൾക്കു പകരം സ്രഷ്ടാവിൻ്റെ വൈഭവം നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. വിമർശനത്തിൻ്റെ സ്ഥാനത്ത് കാരുണ്യത്തിൻ്റെ ഉറവുകൾ പൊട്ടുന്നു. ഇതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ അടയാളം. അത് നിങ്ങളെ നിശബ്ദനാക്കുന്നു, സൗമ്യനാക്കുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആ ചക്രവാളങ്ങളെക്കുറിച്ച് വീണ്ടും മൊഴിഞ്ഞു. എനിക്ക് ഭൂമിയിലെ പാതകളേക്കാൾ ആകാശത്തിലെ പാതകൾ നന്നായി അറിയാം. കാരണം ശരീരം പോകാൻ കഴിയാത്ത ഇടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കുന്നു. ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു ഭൂപടത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, മറിച്ച് ഭൗതികതയുടെ അതിരുകൾ ലംഘിക്കുന്ന ആത്മീയ യാത്രയെക്കുറിച്ചാണ്. ഈ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണ്. ഇത് സങ്കീർണമായ തത്വചിന്തകളിലേക്കല്ല, കുഞ്ഞിൻ്റെ ചിരി പോലെയുള്ള ലാളിത്യത്തിലേക്കാണ്. ഇത് അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്കല്ല, മറിച്ച് ഉടയവൻ്റെ മുന്നിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ചെറിയ വിറയൽ അത് വെറുമൊരു വികാരമല്ല, അത് നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ വേരുകൾ തേടുന്നതാണ്. ഈ പാത കഠിനമാണ്, എന്നാൽ ഇതിൻ്റെ ലക്ഷ്യം അതിമനോഹരമാണ്. അഹങ്കാരത്തെ ബലി നൽകാൻ തയ്യാറുള്ളവർക്കു മാത്രമേ ആ സമുദ്രത്തിൽ നീന്താൻ കഴിയൂ. അല്ലാഹു നമുക്ക് അവൻ്റെ പ്രകാശത്തെ തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണുകൾ നൽകട്ടെ. നമ്മുടെ ജ്ഞാനത്തെ വിനയത്താൽ അലങ്കരിക്കട്ടെ. അഹങ്കാരത്തിൻ്റെ പുകപടലങ്ങളില്ലാത്ത ശുദ്ധമായ സാമീപ്യം അവൻ നമുക്ക് നൽകട്ടെ. ആത്മാർത്ഥതയുടെയും മൗനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ അവസാന ശ്വാസം വരെ അവൻ്റെ തണലിൽ നടക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.